അപ്പം നമസ്കാരം മച്ചമ്പീസ്. സകല വീട്ടമ്മമാരും മടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അത് ഇപ്പോൾ എല്ലാവരും തന്നെ, പണ്ട് എല്ലാവരും ചെയ്തിരുന്ന കാര്യമാണ്, ഇപ്പോൾ എല്ലാവരും കാശ് കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് അത് നമ്മുടെ ഇടിച്ച ചമ്മന്തിപ്പൊടിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇടിച്ച ചമ്മന്തിപ്പൊടിക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള സാധനം നല്ല പരുവത്തിലുള്ള തേങ്ങ തിരുമിയെടുക്കുക എന്നുള്ളതാണ്. തേങ്ങ തിരുമുക, മാക്സിമം തേങ്ങ നല്ല ഡ്രൈ ആയിട്ടുള്ള തേങ്ങ തിരുമിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് നമ്മുടെ ചെറിയുള്ളി, ഇഞ്ചി, അതേപോലെ വറ്റൽമുളക്, കുരുമുളക്, പിന്നെ കായപ്പൊടി, പിന്നെ തേങ്ങ. അപ്പം ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളങ്ങോട്ട് വറുത്ത്, അതിൻ്റെ വറവ് നന്നായിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കരിയാനും പാടില്ല, താഴെയും ആകാൻ പാടില്ല. അപ്പോൾ ആ വറവും നന്നായിരിക്കണം. നമ്മൾ വിറകിലാണ് വറക്കാൻ പോകുന്നത്. അപ്പോൾ അത് വറുത്ത് നമ്മളെടുത്ത് അതിന് ശേഷം നമ്മൾ പണ്ടൊക്കെ ഇത് ഉരലിൽ പൊടിച്ചെടുക്കുകയായിരുന്നു. ഇപ്പം നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ മിക്സിയിൽ പൊടിച്ച് എടുക്കേണ്ടി വരും. കാരണം ഉരലും ഒലക്കയൊന്നും ഇപ്പം എങ്ങുമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുക്കുന്നതായിരിക്കും. അപ്പം ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഏറ്റവും പ്രയാസമുള്ള സാധനം ഇതാണ്. കണ്ടോ, എൻ്റെ കൈ കൊണ്ട് തന്നെ തിരുമ്മി വെച്ചിട്ടുണ്ട്. തേങ്ങ നല്ല ഭംഗിയായിട്ട് തിരുമ്മി. തേങ്ങ ഇളകി വീഴരുത്. കാരണം ഇത് പിന്നെ കട്ടിയുള്ള തേങ്ങയുണ്ട്. അതായത് നമ്മുടെ മൂത്ത തേങ്ങയുണ്ട്, ഇളകി വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇളകി വീഴരുത്. അപ്പോൾ തേങ്ങയുണ്ട് ഇവിടെ. അതുപോലെ ഇഞ്ചി, ചെറിയുള്ളി. കണ്ടോ, ചെറിയുള്ളി നമ്മുടെ ഷാലറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ നമ്മുടെ ചെറിയുള്ളി, ഉള്ളി എന്ന് എറണാകുളത്തൊക്കെ പറയും. ഇഞ്ചിയും ചെറിയുള്ളി. പിന്നെ അതിനുശേഷം നമ്മുടെ നല്ല കറിവേപ്പില. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായ നാടൻ കറിവേപ്പിലയാണ്. അതേപോലെ കുരുമുളക്, അതുപോലെ വറ്റൽമുളക്. ഇത്തിരി വറ്റൽമുളക് ഇടാം. അതേപോലെ ലാസ്റ്റ് എരിവ് കുറവാണെങ്കിൽ നമുക്ക് ഇത്തിരി മുളക് പൊടി ഇടാം. പിന്നെ അതോടൊപ്പം തന്നെ ലാസ്റ്റ് നമ്മൾ ഇത് വറുത്ത് കോരുന്ന സമയത്ത് കായപ്പൊടി ഇടാം. അതോടൊപ്പം അല്പം പിഴുപുളിയും നമുക്ക് ചേർക്കാം, ഈ ഒരല്പം പുളി രസത്തിന് വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കിക്കോളൂ. വളരെ സിമ്പിളായ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് കുറച്ച് നമ്മൾ പൊടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കഴിക്കുന്നതിൻ്റെ കൂടെ മറ്റെല്ലാ കറികളും ഉണ്ടെങ്കിലും ഇത് കൂട്ടി നമുക്ക് നന്നായിട്ട് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് ഇടിച്ച ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്കിനി ഇത് വറക്കാനായിട്ട് പോകാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. കൃത്യമായി വറുത്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഓക്കെ. അപ്പം നമ്മുടെ പുറത്ത് കഞ്ഞിയൊക്കെ, ഗ്യാസിൽ കഞ്ഞി വെക്കാതെ പുറത്ത് കഞ്ഞിയും കപ്പയൊക്കെ നമുക്ക് വെക്കാനായിട്ട് ഒരു അടുപ്പുണ്ട്. നമ്മുടെ ഒരു തല്ലിപ്പൊളി ഷെഡുണ്ട് ഇവിടെ. പണ്ട് പശുവിനെ ആടിനെയൊക്കെ വളർത്തിയിരുന്നതാണ്. അപ്പോൾ ഈ ഷെഡിൻ്റെ മൂലയ്ക്ക് നമ്മളൊരു ചെറിയ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് കഞ്ഞിയും കപ്പയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ നമ്മുടെ ചമ്മന്തി പൊടി നമ്മൾ വറക്കാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വറക്കുക എന്നുള്ളത്. കൃത്യമായി വറുത്ത് കിട്ടണം. അപ്പോൾ അതിന് കൃത്യമായി തീ നമ്മൾ എരിച്ചിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ വിറകിലിരിക്കുകയായതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകും. ഗ്യാസിലാണെങ്കിൽ നമുക്ക് തീ നിയന്ത്രിക്കാം. ഇവിടെ നല്ല സ്കില്ലാണ് വേണ്ടത്. കണ്ടോ, നമ്മൾ തീയെല്ലാം ഓൾറെഡി കത്തിച്ച് ഇട്ടേക്കാണ്. കാരണം ഈ അടുപ്പൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ചട്ടി വെച്ചിട്ട് ശരിക്കും വലിയൊരു ഉരുളി വേണം. പക്ഷേങ്കിൽ നമുക്കൊരു ചെറിയൊരു തൽക്കാലം ഇവിടെ അലൂമിനിയം ഉരുളി മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീയിട്ട് നമ്മൾ അടുപ്പ് സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ സാധനം നമ്മുടെ തേങ്ങ, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വറുത്ത് തുടങ്ങും. ഓക്കെ. അപ്പോൾ മച്ചമ്പീസ് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ്. നമ്മുടെ തേങ്ങ ആദ്യം നമ്മുടെ ഒരു ഉരുളിയിലിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. പിന്നെ നമ്മുടെ ഇഞ്ചി, അതേപോലെ ചെറിയുള്ളി അങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഒരു മീഡിയം തീയിലാണ് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒന്നാമത്തെ കാര്യം, ഇത് ശരിക്കും ഉരുളിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് അധിക ശ്രദ്ധ വേണ്ടി വരില്ല. പക്ഷേങ്കിൽ ഇതിപ്പം അലൂമിനിയം പാത്രമായതുകൊണ്ട് നല്ല ശ്രദ്ധ വേണം. പെട്ടെന്നാകും, പക്ഷേങ്കിലും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇതിനകത്ത് ഇത്രയും പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് പലരും ഇത് ചെയ്യാനായിട്ട് മടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നേരെ അങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. തേങ്ങയിൽ നിന്നുള്ള എണ്ണ ഇറങ്ങും. അപ്പം ആദ്യ സമയം ഒന്ന് അടിയിലൊക്കെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തും. പക്ഷേ നമ്മളത് നന്നായി ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരുവിധം ഒന്ന് കുക്കായി കഴിയുമ്പോൾ, ഫ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ അടിയിൽ പിടിക്കില്ല. കാരണം ഈ തേങ്ങയിലുള്ള എണ്ണ ഇറങ്ങും.
കണ്ട ഇതിൻ്റെ തീ കണ്ട, തീ വളരെ പിന്നെ മീഡിയത്തിലുള്ള തീ മതി. നമ്മൾ അടുപ്പിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ അടുപ്പിൽ ഇത് ചെയ്യുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം. കുറച്ച് നന്നായിട്ട് കത്തുന്ന, ഒരേ രീതിയിൽ കത്തുന്ന കുറച്ച് വിറക് ആദ്യം തന്നെ കളക്ട് ചെയ്തിടണം. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ പണി തുടങ്ങാവൂ. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒരു ചെറിയ രീതിയിൽ നമുക്കിത് കളറ് മാറിക്കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വീണ്ടും കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം അപ്പോൾ അതാണ്ട് ഇളക്കാനായിട്ട് നമ്മുടെ അമ്മ നാണ്ട ഇതൊക്കെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പിന്നെ ഒരു ചെറിയ സ്റ്റൂളൊക്കെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം പിന്നെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അമ്മ എൻ്റെ പരുവൊക്കെ പറയാൻ എത്തിയിട്ടുണ്ട്. കണ്ടോ തീ കണ്ടോ? ഈ ഒരു തീയേ പോകാവൂ, ഇങ്ങനെ മാത്രമേ തീ പോകാവൂ. തീ അധികം പോകരുത്. വളരെ ചെറിയ തീ ആയിരിക്കണം തീയിലാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പം നല്ല കറിവേപ്പില ആവശ്യത്തിന് ആഡ് ചെയ്യണം. കറിവേപ്പില എത്രയുണ്ടോ അത്രയാണ്. കറിവേപ്പില കൂടിപ്പോയാൽ പിന്നെ ഇതിനെ വേപ്പില കട്ടി എന്ന് പറയും. അപ്പോൾ അതല്ല ഇത്, കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് മതി. അപ്പോൾ നമുക്കിത് ഇത്തിരി കളറായി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ എനിക്കിത് ഇളക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഇളക്കി ഞാൻ ഇച്ചിരി കളറാക്കി കഴിയുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതേട്ട നോക്കിയത് ഏകദേശം ഒരു പരുവം എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം കൂടെ എടുക്കും. കണ്ടോ അടിയിലൊക്കെ പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം ചെറുതായി പോയി, അതിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി പ്രധാനമായിട്ട് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുരുമുളക് കുറച്ചിടണം. അതോടൊപ്പം മുളക്, അതായത് വറ്റൽമുളക് ഇടുക. കുറച്ച് പുളി ഇതിൻ്റെ കൂടെ ഇടുക. പിന്നെ നമുക്ക് മുളക് കുറവാണെങ്കിൽ പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം വറ്റൽമുളക് ഇത്തിരി പുളിയും കൂടെ ആഡ് ചെയ്യും ഈ ഒരു പരുവത്തിൽ. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് തന്നെ ഫ്രൈ ആയി വന്നോളും. വറ്റൽമുളക് ഇടുകയല്ലേ, ഇട്ടോ? ആണോ, വറ്റൽമുളക് ഇട്ടു. ആ പുളി കുറച്ചിട്ട്, പുളി എന്ന് പറയുമ്പോൾ നമ്മുടെ പിഴുപുളിയാണ് ഇടുന്നത് കേട്ടോ, മീൻപുളിയല്ല, പിഴുപുളി. ആണ് കുറച്ച് പിഴുപുളി ഇതുപോലെ അങ്ങ് ഇടുക. വേറെ നോക്കണ്ട, അങ്ങ് വെറുതെ അങ്ങ് ഇട്ടേച്ചാൽ മതി. നല്ല ക്വാളിറ്റി പുളി തന്നെ ഇടണം, അല്ലെങ്കിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ മണ്ണ് കടിക്കും. അപ്പോൾ അതാണ് ഇതുപോലെ പുളി അങ്ങ് ഇടുക. ഇനി ഇത് നമ്മൾ കറക്റ്റ് ഇനി ബ്രൗൺ ആക്കണം. അപ്പോൾ ഇനി ബ്രൗൺ ആയി കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനി നമുക്ക് മുളക് കുറവാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇച്ചിരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മളെ കായപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, കായപ്പൊടി ഇടണമെന്നില്ല. കായപ്പൊടി വെളുത്തുള്ളിയൊന്നും വേണ്ട. ചിലർ കായപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ വേണമെന്നില്ല. നമ്മൾ സാധാരണ നാടൻ രീതി ഞങ്ങളിവിടെ പത്തനംതിട്ട ജില്ലയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കായവും പിന്നെ വെളുത്തുള്ളിയൊന്നും ഇടാറില്ല. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇടാറുള്ളൂ. ലാസ്റ്റ് നമ്മൾ ഉപ്പിട്ട് ഫിനിഷ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ബ്രൗൺ ആയി കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പരുവത്തിന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മച്ചം പീസ് ഇത് നമ്മളൊരു മീഡിയം പരുവായിട്ടുണ്ട്. കണ്ടില്ല, ഈ സമയമാണ് ഞാൻ പറഞ്ഞ അടിയിൽ പിടിക്കാത്ത ഒരു അവസ്ഥ. ഇത് ആയിട്ടില്ല, ഇനിയും കളർ വരണം. അപ്പോൾ ഇത് ഈ സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് അടിയിൽ പിടിക്കില്ല. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇളകി കൂളായിട്ട് ഇളകി വരുന്നുണ്ട്. അപ്പോൾ കളർ കുറച്ചുകൂടെ നമുക്ക് ബ്രൗൺ ആകണം. അപ്പം കണ്ടില്ലേ, ഈസി ആയിട്ട് ഇളകി വരുന്നു. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് പിന്നെ മുളക് പൊടിയാണ്. കുറച്ച് മുളക് പൊടിയും കൂടെ വേണം, നമുക്ക് എരിവ് പോരെങ്കിൽ അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഈസി ആയിട്ട് ഇളകി വരുന്നുണ്ട്. ഇപ്പം നമ്മളിത് പിന്നെ ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറെങ്കിലും ആയിട്ടുണ്ട്. ആ സമയത്തെ നമുക്കിത് ഈ ഒരു പരുവത്തിലെങ്കിലും എത്തുകയുള്ളൂ. അതുകൊണ്ടാണ് പലരും ഇത് ചെയ്യാനായിട്ട് മടിക്കുന്നത്. വളരെ സമയമെടുക്കുന്ന ഒരു പരിപാടിയാണിത്. ഗ്യാസിലാണെങ്കിൽ ഗ്യാസ് നഷ്ടമാകും, പക്ഷേ ഇത് വിറകിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം സമയമുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ കഷ്ടപ്പെടാനൊരു മനസ്സും ഉണ്ടായിരിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് കുറച്ചുകൂടെ ബ്രൗൺ ആയി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പം മച്ചം പീസ് ഇതാണ് നമ്മൾ പറഞ്ഞ പരുവം, കണ്ടോ? അപ്പോൾ ഈ പരുവത്തിൽ ആകണം ഈ തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസും. അപ്പോൾ ഇത് നമ്മൾ 12:30-ക്ക് തുടങ്ങി 2:30-ക്കാണ് നമുക്കിത് ഇതുപോലെ ഈ കളറിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റിയത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഏകദേശം 2 മണിക്കൂറെങ്കിലും വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇതുകൊണ്ടാണ് പലരും ഇത് ചെയ്യാനായിട്ട്
മടിക്കുന്നത്. ഇനി നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ എടുത്ത് വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുളകും അതേപോലെ പുളിയൊക്കെ എടുത്ത് മാറ്റി ഇത് സെപ്പറേറ്റ് ഉപ്പിൻ്റെ കൂടെ ചേർത്ത് പൊടിക്കും. അതിനുശേഷം വീണ്ടും തിരിച്ചാടി നമുക്ക് മുളക് എരിവ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ചൂടോട് നിൽക്കുന്ന സമയത്ത് ഈ തേങ്ങയുടെ കൂടെ നമുക്കല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുരുമുളകാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്, ഇത്തിരി കുരുമുളക് പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി വേണേൽ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി എരിവാകും. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇത് നമ്മൾ പരമാവധി തണുപ്പിച്ചതിന് ശേഷമേ നമ്മൾ പൊടിക്കാവൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം മുളകും പുളിയൊക്കെ എടുത്ത് ഉപ്പിൻ്റെ കൂടെ സെപ്പറേറ്റ് പൊടിച്ചിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ തണുക്കാതെ പൊടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓയിൽ തെളിയും. ചിലർ ഇതിനു വേണ്ടി ഈ തേങ്ങയിൽ നിന്നും പാല് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഈ ഓയിൽ തെളിയാതിരിക്കാൻ വേണ്ടി പാല് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാറുണ്ട്. പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ടേസ്റ്റ് നിലനിൽക്കണേ നമ്മൾ ഇങ്ങനെ തന്നെ വറുത്തെടുക്കണം. എന്നിട്ട് പരമാവധി തണുപ്പിച്ചതിന് ശേഷം നമ്മൾ മിക്സിയിലോ ഉരലിട്ടോ ഒക്കെ പൊടിച്ചെടുക്കുക. അപ്പം നമുക്ക് ഇനി ഇത് പൊടിച്ച് റെഡിയാക്കി നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെ കളറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ എടുത്ത് കഴിഞ്ഞാൽ കൃത്യമായ കളർ വരും. അപ്പം നമുക്കിത് പൊടിച്ചതിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ. നമ്മുടെ ചമ്മന്തിപ്പൊടി നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തതിന് ശേഷമുള്ള രൂപമാണിത്. കാരണം ഇത് നന്നായിട്ട് നമ്മൾ തണുത്തതിന് ശേഷം പൊടിച്ചെടുത്താണ്. അപ്പം ഇതിങ്ങനെ ഇരിക്കും. പൊടിച്ചു കഴിയുമ്പോൾ നമുക്ക് യാതൊരു ഓയിലൊന്നും പൊങ്ങി വരുമോ ഒന്നും ചെയ്യില്ല. അപ്പം നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം മൂത്ത് പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മറ്റ് കറികളുടെ കൂടെ ഒരു അക്കമ്പനിമെൻ്റായിട്ടോ അല്ലെങ്കിൽ ഇത് തന്നെയായിട്ട് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇതിന് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ടിന്നിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെക്കുക. നമുക്ക് ദിവസങ്ങളോളം വെച്ചിരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നത് വരെയും ബായ്. ഓക്കെ, ബായ്.